ഈസ്റ്റർ മീൻ കച്ചവടത്തിനെതിരെ നമ്മൾ ഇന്ന് അങ്ങോട്ട് തിരികൊളുത്തിയേക്കാണ്. 3-4 ദിവസങ്ങൾ ഇനിയും ഈസ്റ്റർ അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ബുധനാഴ്ച മുതൽ നമ്മൾ മീൻ കച്ചവടക്കാരെ സംബന്ധിച്ചിട്ട് കച്ചവടം അങ്ങോട്ട് സ്റ്റാർട്ട് ആവും. എല്ലായിടങ്ങളിലും എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയങ്ങളിലാണ് ഇഷ്ടം പോലെ മീനാണ് നമ്മുടെ കടയിലോട്ട് വന്നു കൂടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കണ്ടില്ലേ, വെളുപ്പിന് 5 മണിക്ക് നമ്മൾ കട തുറന്നത്. പിന്നെ അങ്ങോട്ട് കടയിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൊണ്ടുവരുന്നവരുടെയും മീൻ വാങ്ങാനായിട്ട് വരുന്നവരുടെയും തിരക്കായിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കടയിൽ നിന്ന് എല്ലാവരും, ഞങ്ങളുടെ വർക്കേഴ്സും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ചാടി നിൽക്കായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ 10-42 ദിവസം നോയമ്പൊക്കെ കഴിഞ്ഞിട്ട് ഈസ്റ്ററിന്റെ തറയി. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളുടെ ഒരു തുടക്ക ദിവസമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈസ്റ്റർ കച്ചവടത്തിന്റെ ആരംഭ ദിവസമായി ഇന്നത്തെ ബുധനാഴ്ച നമ്മുടെ കടയിൽ ഇന്ന് എന്തൊക്കെ മീൻ ഉണ്ടായിരുന്നു, ഏതൊക്കെ മീൻ വില കൂടിയിട്ടുണ്ട്, ഏതൊക്കെ മീനിന്റെ വില കുറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വെറൈറ്റി മീനൊക്കെ ഇന്നുണ്ടായിരുന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ. അപ്പോൾ പതിവ് പോലെ മത്തി മുതൽ അങ്ങോട്ട് മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. മത്തി മുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തിയുടെ വില 240 ആയിരുന്നു. മത്തി പഴയ പോലെ അല്ല, പഴയ മത്തി ഒന്നല്ല. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തിക്കാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ ഇന്ന് 240 രൂപ കണ്ട് നമ്മൾ ഇന്ന് മത്തി വിറ്റുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പുള്ള പ്രായലുണ്ടായിരുന്നുണ്ട്. ഈ ഒരു പ്രായൽ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 380 രൂപയ്ക്കായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ കച്ചവടക്കാരെ തിരക്കായിരുന്നുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരും, അതായത് കൊണ്ടുപോയി നടന്ന് വിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും, പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ കച്ചവടങ്ങളൊക്കെ ഉള്ള ചേച്ചിമാരും ചേട്ടന്മാരെയൊക്കെ കച്ചവടക്കാരുടെ തിരക്കായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാവിലെ ഒരു 5:30 മുതൽ ഒരു 7 മണി 7:30 8 മണി വരെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കടയിൽ വന്നിട്ട് മീനൊക്കെ എടുക്കട്ടെ. അതേപോലെ തന്നെ ഈ കാണുന്ന ചാക്ക് ഉണ്ടാവും. അതിൽ ചാക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ നല്ല ഉഗ്രൻ നല്ല വലുപ്പമുള്ള കാളാഞ്ചികളായിരുന്നിട്ട് നമ്മുടെ കാലിൽ തന്നെ കൂടുകെട്ടി വളർത്തി വലുതാക്കി എടുത്ത കാളാഞ്ചികൾ. അതായത് ഫീഡൊന്നുമല്ല, നമ്മുടെ ചെമ്മീൻ അല്ലെങ്കിൽ തെള്ളിച്ചെമ്മീൻ നമ്മുടെ ഇവിടെ ഉള്ളൊക്കെ ഇഷ്ടം പോലെ ചീനവലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെള്ളിച്ചെമ്മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ കാളാഞ്ചികളെ വളർത്തുന്നത്. പിന്നെ കണ്ടില്ല, നല്ല ഉഗ്രൻ നല്ല സൈസുള്ള വലുപ്പമുള്ള ഓലക്കുടി വെട്ടിയതാണ്ടത്. അപ്പോൾ ഓലക്കുടി നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞാൽ 300 ഉണ്ടായിരുന്നു, 340 ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതേ നല്ല ചോര കളർ ഓലക്കുടി, നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ കിണ്ണങ്കാച്ചി മീനായിരുന്നിട്ടാ. അപ്പോൾ അതേ ഇന്ന് കുറേ പേര് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അവരെ വാങ്ങിച്ചിട്ട് പോയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറ്റുമെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വറ്റിക്കാനൊക്കെ ആയിട്ടാണ് വാങ്ങുന്നത് ഓലക്കുടി. പിന്നെ അതേ ഒരു തകലിലായിട്ട് ഒരു ചേട്ടൻ മീൻ കൊണ്ടുവന്നൊക്കെ ഉണ്ടാവും. നീട്ടുവലിട്ട് കിട്ടിയ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പല വെറൈറ്റി, ഒരു ഐറ്റംസ് ഒന്നുമല്ല, പല വെറൈറ്റി മീനുകൾ പല കവറുകളാക്കിയിട്ട് തിരിഞ്ഞ് മാറ്റിയിട്ടുണ്ടാണ് വന്നേക്കുന്നത്. നോക്കിക്കോട്ടെ എന്തൊക്കെ മീനാണ് അതിലുള്ളതെന്ന്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നാടൻ മീനുകൾ, വറ്റ അല്ലെങ്കിൽ ഏരി, പിന്നെ അങ്ങനെ പ്രായൽ, വരൻകുറുക്ക, അങ്ങനെയുള്ള ചെറുകിട ഐറ്റംസ് ആയിരുന്നു. കണ്ടോ നമ്മുടെ ഇന്നലെ കണ്ട മറ്റേ വളതുടി ഉണ്ടായിരുന്നല്ലോ, വലിപ്പുള്ള വളതുടി, അതിൻ്റെ ചെറുതാണ് കാണുന്നതൊക്കെ. അപ്പോൾ വറ്റയും വളതുടിയൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളതുടി ഉണ്ടായിരുന്നു, വറ്റി ഉണ്ടായിരുന്നു, പ്രായലുണ്ടായിരുന്നു, കണമ്പ്, തിരുത, ചെറിയ തിരുതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോരോ മീനുകളൊക്കെ ആയിട്ട് ജോഷി പാപ്പൻ തിരിഞ്ഞ് മാറ്റിയിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കതിരാന്ന് പറഞ്ഞാൽ ആ കാണുന്നത് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ കൂരികളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പല മീനുകളൊക്കെ വന്നത് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നമ്മുടെ ചാക്കോച്ചേൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ചാക്കോച്ചേട്ടൻ അവിടെ കേര കട്ട് ചെയ്തുകൊടുക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചേട്ടൻ കേര ആയിരുന്നെങ്കിൽ സീതമ്മയുടെ കയ്യിൽ കരിമീനായിരുന്നു കേട്ടോ. സീതമ്മ അറിയാലോ, ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നു, സീതമ്മയും കരിമീനും തമ്മിലുള്ള ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. അപ്പോൾ സീതമ്മയ്ക്ക് കരിമീൻ ചെത്താനുള്ള ഒരു കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായമാണ്, അപാരം തന്നെയാണ്. അപ്പോൾ അതേ ചാക്കോച്ചേട്ടനാണെങ്കിൽ അതേപോലെ തന്നെയാണ് കേര എന്ത് ഭംഗിയായിട്ടാണ് നോക്കി ചാക്കോച്ചേട്ടൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തൊലി വേറെ, അതിൻ്റെ മാംസം വേറെ ആക്കിയിട്ട് നല്ല രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫിൽറ്റർ ഒന്നും ചേർക്കാതെയാണ് ഈ വീഡിയോ ഇടുന്നത്. അതിൻ്റെ കളറുണ്ട്, മീനിൻ്റെ കളറുണ്ട്. അതായത് അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഉഗ്രൻ കേരയായിരുന്നു കേട്ടോ. അതിൻ്റെ തൊലി ഞങ്ങൾ ഉരിഞ്ഞെടുക്കണ, അതാണ് അതിൻ്റെ ഫ്രഷ്നെസ്സിനെ കാണിക്കുന്നത് കേട്ടോ. ഫ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ തൊലി പോരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മാംസവും പോരും. ഇപ്പോൾ അതേ തൊലി ഉരിച്ചെടുക്കണം നോക്കിക്കോട്ടെ, നല്ല ഒന്നാന്തരം നല്ല സ്മൂത്തായിട്ടാണ് ചാക്കോച്ചേട്ടൻ ആ കത്രിക ഉപയോഗിച്ചിട്ട് തൊലി അങ്ങോട്ട് വലിച്ചൂരി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റ് കണ്ട, അതാണ് അതിൻ്റെ ഫ്രഷ്നെസ് കേട്ടോ. നോക്കി മുറിച്ചിടണ ഓരോ കഷ്ണങ്ങൾ കണ്ട, ഏകദേശം ഒരു 30-35 ഗ്രാമുള്ള പീസുകളാക്കിയിട്ടാണ് നമ്മൾ ചാക്കോച്ചേട്ടൻ മുറിച്ചിടുന്നത്. നല്ല അലുവ കഷ്ണം പോലെ ഇല്ലേ, എന്ത് രസമാണ് നോക്കി. നല്ല കളറുള്ള കേരയുണ്ട്, നല്ല കളറെന്ന് വെച്ചാൽ കേരയുടെ കളർ ഇതൊക്കെ തന്നെയാണ്. എന്നാലും കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ക്യാമറയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാട്ടോ. പിന്നെ ചാക്കോച്ചേട്ടൻ്റെ ആ ഒരു കട്ടിങ് ശൈലി ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ തിരിച്ച് കടയിലോട്ട് വന്നപ്പോൾ ഉണ്ട് വേറെ പല മീനുകളും വന്നിട്ടുണ്ട് കേട്ടോ. അതേ കരിമീൻ, ചെറിയ കരിമീനൊക്കെ വന്നിട്ടുണ്ട്. ഇതേ പിന്നെയും കാളാഞ്ചി വന്നൊക്കെ ഉണ്ടാ. കാളാഞ്ചി ചാക്ക് കണക്കിനാണ്. നമ്മൾ കാളാഞ്ചി ഇന്ന് ഒരു 350 കിലോ എങ്കിലും നമ്മൾ കാളാഞ്ചി വിറ്റിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഈസ്റ്റർ പ്രമാണിച്ചിട്ട് ആൾക്കാർ നേരത്തെ കണ്ടിട്ട് ചെമ്മീൻ ഞണ്ടൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിന്നൊരു 350 കിലോ കാളാഞ്ചി നമ്മളൊന്ന് വിറ്റിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ കാളാഞ്ചി വരണതും കാലത്ത് ഇഷ്ടംപോലെ പേരാണ്ട് അവിടെ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ കാളാഞ്ചി ഇഷ്ടംപോലെ പേര് കൈയോടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ചാകോച്ചനെ കൊണ്ട് കട്ട് ചെയ്യിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ തന്നെ അത് വേറെ ചേട്ടന്മാർ വേറെ പല മീനുകളൊക്കെ ആയിട്ട് വന്നേക്കേണ്ട ഓരോരുത്തർ ഇതേ പെട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്, തെർമോക്കോളിൻ്റെ ബോക്സൊക്കെ ആയിട്ട് വന്നിട്ട് കാറിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദൂരദേശങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാറിൽ മണവും കാര്യങ്ങളൊക്കെ ഒന്നും പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിമം ഒരു ബക്കറ്റെങ്കിലും കരുതിയിട്ട് പാട്ടാ, അല്ലെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ ബോക്സോ ഐസ് ബോക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഐസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരോട്ടെ. അപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു ഐസ് ബോക്സ് കൊണ്ടുവരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ എന്തായാലും. പിന്നെ ഈ മുറിച്ച് വെച്ചേക്കണ മീൻ എന്തിട്ടാന്ന് മനസ്സിലായോ? ഒരു തരി മുള്ളു പോലും ഇല്ലാത്ത മീനാണ്. മീൻ പ്രേമികൾക്ക് എന്തായാലും മനസ്സിലാവും. നമ്മുടെ വേറൊന്നുമല്ല, ഓലക്കുടിയാണ്, നമ്മുടെ സെയിൽ ഫിഷ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഒറ്റയ്ക്ക് കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേണ്ട. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചേനാണ് ആ ഓലക്കുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സീതമ്മ കട്ട് ചെയ്യുന്ന മീനാണ് നമ്മുടെ കാളാഞ്ചി. കാളാഞ്ചിയുടെ നെയ്യുണ്ട, നെയ്യുണ്ട് അത്യാവശ്യം, ഓവർ നെയ്യൊന്നുമില്ല, ആവശ്യത്തിനുള്ള നെയ്യ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് കാളാഞ്ചിക്ക് നല്ല ആവശ്യത്തിനുള്ള നെയ്യ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വള്ളത്തൊടി ഉണ്ടല്ലോ, 2.25 കിലോ തൂക്കം ഏകദേശം ഉണ്ടായിരുന്ന ഒരു വള്ളത്തുടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞാൽ 380 രൂപയ്ക്കാണ് വള്ളത്തുടി വിറ്റുണ്ടായിരുന്നത്. അപ്പോൾ അതേ സീതമ്മയുടെ കയ്യിലും വള്ളത്തുടി ഉണ്ട്, ചാക്കോച്ചേൻ്റെ കയ്യിലും വള്ളത്തുടി ഉണ്ട്. 2 പേരുടെ കയ്യിലും ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ വള്ളത്തുടിയാണ്. വള്ളത്തുടി എന്ന മീനിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ചെതമ്പലില്ല, ചെറിയ രീതിക്കുള്ള ഒരു തൊലിയാണുള്ളത്. അപ്പോൾ അത് ഭയങ്കര നൈസായിട്ടുള്ള തൊലിയാണ്. എന്നിരുന്നാലും നമുക്ക് വടിച്ചാലൊന്നും പോകില്ല, കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി തന്നെ എടുക്കണം. അപ്പോൾ അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് വളത്തൊടിയുടെ ചെതുമ്പൽ അല്ലെങ്കിൽ ആ തൊലി ചെത്തിയെടുക്കുക എന്നുള്ളത്. വളരെ സൂക്ഷിച്ച് മാത്രം, മാംസം പോവാതെ അതിൻ്റെ ചെതുമ്പൽ അല്ലെങ്കിൽ ആ നൈസായിട്ടുള്ള ആ ഒരു സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യം ഉണ്ടാകും. അതേ ഒരു പ്രാഗൽഭ്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഈ ഒരു പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കടയിൽ നിന്ന് തന്നെ ഇവരെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചിട്ട് പോകാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ മീനൊക്കെ. പിന്നെ അത് നന്നാക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞണ്ടിൻ്റെ കിലോ വില എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. ഞണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാനാണ് സജസ്റ്റ് ചെയ്യാറ്. പക്ഷേ ചിലർക്ക് പേടിയാണ് ഞണ്ട് നന്നാക്കാനായിട്ട്. അപ്പോൾ അവർ കൂടുതലും ചിലവരൊക്കെ നമ്മളുടെ കടയിൽ വന്നിട്ട് അവർ അംബിക ചേച്ചിനെ കൊണ്ടോ അല്ലെങ്കിൽ സീതമ്മേനെ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതേ നമ്മുടെ വള്ളത്തൊടിയുടെ മീറ്റ് കണ്ട, ഈ വള്ളത്തൊടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ള്, സെൻറ്ററിലെ മുള്ള് മാത്രമേ ഉള്ളൂ, മാംസമാണ് കൂടുതൽ. അപ്പം ഈ മുള്ളില്ലാത്ത മീനായതുകൊണ്ട് തന്നെ വളരെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഉചിതമായിട്ടുള്ളൊരു മീനാണ് വള്ളത്തൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിയാൽ അതിൻ്റെ മീറ്റ് കണ്ട, നൈസായിട്ടുള്ള നല്ല അത്യാവശ്യം കട്ടിയുണ്ട്, ഓവർ ഹാർഡും അല്ല. അപ്പോൾ നല്ല മീനാണ് വള്ളത്തൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മണങ്ങണ്ട, മണങ്ങ്. അപ്പോൾ നമ്മൾ ഈ ഒരു മണങ്ങ് നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 രൂപയ്ക്കാണ് കേട്ടോ മണങ്ങ് വിറ്റുണ്ടായിരുന്നത്. നല്ല നാടൻ മീനാണ്. പിന്നെ കാളാഞ്ചിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടം പോലെ പേരാണെന്ന് കാളാഞ്ചി വാങ്ങിച്ചിട്ട് പോയിട്ടുള്ളത് കേട്ടോ. കാളാഞ്ചിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് പിന്നെയും വാങ്ങിച്ചിട്ട് പോകുന്നവരാണ് കാളാഞ്ചി. അതായത് ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ കടയിൽ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ പേര് കാളാഞ്ചിക്ക് നമ്മുടെ കടയിൽ നിന്ന് കാളാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളാഞ്ചിയുടെ ചെതുമ്പ് ചെത്തുന്നത് സീതമ്മയാണ്ട. നോക്കി അതിൻ്റെ ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെത്താനായിട്ട് സജസ്റ്റ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ സാധാരണ കത്തി കൊണ്ട് ഇതിൻ്റെ ചെതുമ്പിൽ ചെത്തിയാൽ അങ്ങോട്ട് പോരില്ല ഉറപ്പായിട്ടും. വെറുതെ മീനിൻ്റെ ആ ഒരു ഇത് കളയാന്ന് മാത്രമേ ഉള്ളൂ, ഭംഗിയും പോവും, അതിൻ്റെ ചിലപ്പോൾ ചമ്മന്തിയൊക്കെ ആയിപ്പോവും, ആ ഒരു രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഭംഗിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മുറിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ. അതേപോലത്തെ കത്തികൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കത്തി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെത്താനായിട്ട് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ചെത്താം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതേപോലെ നമ്മുടെ സീതമ്മ ചെത്രമല കരിമീൻ ചെത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും പറ്റുമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് ചെത്തും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെത്തുന്നതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ. നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നോക്കി സീതമ്മ കരിമീൻ ചെത്തുന്നത്. അതേപോലെ തന്നെ ചാക്കോച്ചേട്ടൻ കാളാഞ്ചി വെട്ടാനായിട്ട് ചാക്കോച്ചേട്ടൻ്റെ കഴിവ് അതൊരു വേറെ തന്നെയാണ്. കണ്ട പറഞ്ഞു നേരമുണ്ട് കറുത്ത് കരിവീട്ടി പോലെ ഇരിക്കണായിരുന്ന കരിമീനൊക്കെ പിടിച്ച് ചെത്തി കാണുന്ന പോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് വറക്കേ കറി വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ അംബിക ചേച്ചി ഉണ്ട്, ഇതേ നമ്മുടെ അനിത ചേച്ചിയെ പ്രായവും അനിത ചേച്ചിയാണെങ്കിൽ അംബിക ചേച്ചി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് നാടൻ ഭൂമി വന്നൊക്കെ ഉണ്ട്, കണ്ടമാനം ഭൂമിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കടയിൽ നാടൻ ഭൂമീനൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല ടേസ്റ്റുള്ള മീനാണ്, വറക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. ചെറുതായിട്ട് ഒരു മുള്ളൊക്കെ ഉണ്ട്, എന്നാലും
പൂമീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഭാരം തന്നെയാണ്. നെയ്യുള്ള സമയമാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ നെയ്മീൻ ഞാനൊക്കെ പണ്ട് പൂമീനൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴായി പിന്നെ എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂമീനൊക്കെ തന്നെയാണ്. പൂമീൻ ഞാനിപ്പോൾ നല്ലപോലെ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് പൂമീൻ കണ്ടമാനം വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് വലുപ്പമുള്ള പൂമീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഈ നേരത്തെ കണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളൊക്കെ പൂമീൻ ഡെയിലി ലൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമീനൊക്കെ പെട്ടെന്ന് ചത്തുവും. വലയിൽ കിട്ടി അപ്പം തന്നെ പരിക്കും പറ്റും. ഒരു നിമിഷ നേരം മിനിറ്റുകൾക്കകം പോകുന്ന മീനാണ്. പക്ഷേ ഐസിടാത്ത രീതിയിലൊക്കെ നമുക്ക് പൂമീൻ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. ഫ്രഷായിട്ട് തരാൻ പറ്റും. അതായത് ഐസിടാത്തതെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് തരാൻ പറ്റും പൂമീനൊക്കെ. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കടയിലോട്ട് വരാം. അപ്പോൾ പൂമീനൊക്കെ എന്തായാലും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ഇന്ന് എന്തൊക്കെ മീൻ ഉണ്ടായിരുന്നു, ഈസ്റ്ററായിട്ട് എന്തെങ്കിലും മീൻ വില കൂടിയിട്ടുണ്ടോ വില കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മീനുകളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ രാവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മീൻ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഇന്ന് കണ്ടില്ലേ, ഇപ്പോൾ പൂമീൻ, കാളാഞ്ചി, കരിമീനൊക്കെ എന്തായാലും നമ്മുടെ കടയിൽ ഈ ദിവസങ്ങളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.